നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അതുതന്നെയാണ് ലോകമെന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാമജന്മഭൂമി കൊണ്ടുവരാനായി, അവിടെ ഒരു ക്ഷേത്രം പണിതുയർക്കാനായി നെടുന്തൂണായി പ്രയത്നിച്ച കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു. അതിൽ പ്രധാനിയായ LK അദ്വാനി. അദ്ദേഹം ഇന്ന് എത്തുമോ ഇല്ലയോ എന്നുള്ളത് നിരവധി ആളുകൾ ഉറ്റുനോക്കിയൊരു സംഭവമായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം എത്തിയിരുന്നില്ല. BJPയുടെ മുതിർന്ന നേതാവ് കൂടിയായ LK അദ്വാനി പങ്കെടുക്കില്ല എന്നുള്ള വിവരം രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. ഉത്തർപ്രദേശിൽ നിലവിൽ കൊടും ശൈത്യമാണ്. അതിശൈത്യം കാരണം തനിക്ക് അവിടെ എത്താൻ കഴിയില്ല എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓഫീസ് പങ്കുവച്ചിരിക്കുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭത്തിൽ മുൻനിരയിൽ നിന്നും പ്രയത്നിച്ച മുതിർന്ന BJP നേതാവിൽ ഒരാൾ കൂടിയാണ് LK അദ്വാനി. മറ്റൊരാളാണ് മുരളി മനോഹർ ജോഷി. ഇരുവരും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നുള്ള സൂചന ക്ഷേത്ര ട്രസ്റ്റ് തന്നെ നേരത്തെ പങ്കുവച്ചിരുന്നു. അയോധ്യ വരെ ഈ ശൈത്യകാലത്ത് യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിലവിൽ BJP നേതാക്കളും പറയുന്നത്. അനാരോഗ്യവും പ്രായാധിക്യവും ഉണ്ടെങ്കിലും LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ഭാരവാഹികൾ നേരത്തെ തന്നെ സന്ദർശിച്ച് അവർക്ക് വേണ്ട ക്ഷണക്കത്തുകൾ അക്ഷതം നൽകുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഒപ്പം പ്രായവും ആരോഗ്യവും കണക്കിലെടുത്ത് ചടങ്ങിലേക്ക് വരണ്ട എന്നും ഇരുവരോടും അഭ്യർത്ഥിച്ചു എന്നാണ് അന്ന് തന്നെ അവർ പറഞ്ഞത്. അവർ അത് അംഗീകരിച്ചെന്നും ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞിരുന്നു. അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. ഇരുവരും കുടുംബത്തിലെ മുതിർന്നവരാണ്, അവരുടെ പ്രായം കണക്കിലെടുത്ത് വരരുത് എന്നാണ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതവർ അംഗീകരിച്ചുവെന്നും രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായ ചമ്പത് റായ് കഴിഞ്ഞ മാസമായിരുന്നു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത്. അദ്വാനിക്ക് നിലവിൽ 96 വയസ്സ് തികഞ്ഞിരിക്കുന്നു. മുരളി മനോഹർ ജോഷിക്ക് 90 വയസ്സും. അതുകൊണ്ട് തന്നെ പ്രായാധിക്യം മൂലം ദൂരയാത്രകൾ ഒഴിവാക്കുകയും കാലാവസ്ഥ ഒട്ടും തന്നെ അനുയോജ്യമല്ലാത്ത മേഖലകളിലേക്ക് യാത്ര ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. എന്നാൽ അദ്വാനി ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള ഒരു അവകാശവാദമായിരുന്നു VHP നേതാവായ അലോക് കുമാർ നടത്തിയത്. അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും തങ്ങൾ ഒരുക്കി നൽകുമെന്നാണ് അലോക് കുമാർ ചൂണ്ടിക്കാട്ടിയത്. കാരണം അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രയത്നമാണ്, അദ്ദേഹത്തിൻ്റെ വിയർപ്പാണ്. അതുകൊണ്ട് അദ്ദേഹം എത്തിയില്ല എങ്കിൽ ഈ ചടങ്ങ് പൂർത്തിയാകില്ല എന്നും പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ചടങ്ങ് വീക്ഷിക്കാൻ 6000-ഓളം വിശിഷ്ട അതിഥികളെ ക്ഷണിച്ചിരുന്നു. VIPകളെ ലക്നൌവിൽ നിന്നും ക്ഷേത്രത്തിലെത്തിക്കാൻ ഗ്രീൻ കോറിഡോറും തുറന്നിരുന്നു. പ്രമുഖ നടൻ രജനീകാന്ത്, ക്രിക്കറ്റ് താരം അനിൽ കുംബ്ലെ തുടങ്ങിയവർ ഇന്നലെ തന്നെ അയോധ്യയിലെത്തിയതായി വാർത്ത പുറത്തു വന്നിരുന്നു. സിനിമാ നടീനടന്മാരായിട്ടുള്ള ആലിയ ഭട്ട്, അക്ഷയ് കുമാർ, അമിതാഭ് ബച്ചൻ, രൺബീർ കപൂർ അങ്ങനെ നിരവധി ബോളിവുഡ് താരനിര അവിടെ എത്താനുള്ള ക്ഷണമുണ്ടായിരുന്നു അവർക്ക്. ഒപ്പം ഏറെ വിവാദമായ ഈ അടുത്ത് തന്നെ ഉണ്ടായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകിയ സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസുമാർക്ക് കൂടി ക്ഷണക്കത്ത് നൽകിയതാണ്. പക്ഷേ അതിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്ന ചടങ്ങിന് എത്തിയിരുന്നില്ല. അങ്ങനെ നിരവധി വിവാദങ്ങളിലൂടെ തന്നെയാണ് ഇതുവരെയും കടന്നുപോയത്. പക്ഷേ വളരെ മനോഹരമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു ഇന്ന് സംഘടിപ്പിച്ചത്.